എവിടെ ആക്ടേഴ്സ് നമുക്ക് മരുഭൂമി തന്നെ ഓടിച്ചിട്ടുണ്ടോ ഒന്നും ചെയ്യരുത്. എന്റെ പ്രാർത്ഥന അമിതാഭ് ബച്ചൻ കാണല്ലേ. Complimenting you, brother. What a compliment. Never come from your mouth, brother. I know. What, where, why, who? What is Malgosh? അപകടം കൊണ്ടിരുന്ന കാണാം മൽഘോഷ്. ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര ഞരമ്പുകളിൽ. വള്ളത്തോളിന്റെ കവിത കേൾക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു അഭിമാനം പോലെ തന്നെയാണ് ഇപ്പൊ ഇറങ്ങിയ സിനിമ മലയാളി ഫ്രം ഇന്ത്യ. അപ്പോൾ ഈ ഒരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് ഒരുമിച്ച് സ്വാഗതം ചെയ്യാം. വെൽക്കം ഡിജോ, വെൽക്കം നിവിൻ, വെൽക്കം മിസ്റ്റർ ദീപക്. Thank you. അപ്പോൾ ഫസ്റ്റ്ലി വെൽക്കം ടു ബഹ്റൈൻ. വെൽക്കം ടു ബഹ്റൈൻ. ആൻഡ് നെക്സ്റ്റ് കൺഗ്രാറ്റുലേഷൻസ് ഈ മൂവി ഇറങ്ങിയതിന്. സക്സസ്ഫുൾ ആയിട്ട് റൺ ആയിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ഏതൊരു ക്രിയേഷനും പോലെ അതിൻ്റെ പിന്നിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ, പ്രേക്ഷകർ അറിയാത്ത പല ബുദ്ധിമുട്ടുകളും കഴിഞ്ഞാണ് ഒരു സിനിമ ഇറങ്ങി അത് തിയേറ്ററിൽ സക്സസ്ഫുൾ ആയിട്ട് ഓടുന്നത്. അതിന് കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദ മൂവി. Say one time and say copy paste. Yes, I know. And then of course thank you ഒരു ഓഡിയൻസ് എന്ന നിലയ്ക്ക് താങ്ക് യു. ഒത്തിരി റിലവൻറ്റ് ടോപ്പിക്സ് ഉള്ള ഒരു മൂവി ആയിരുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ ദ മൂവി. ആൻഡ് ഓഫ് കോഴ്സ് ഫസ്റ്റ്ലി എനിക്ക് ഡിജോയുടെ അടുത്ത് തന്നെയാണ് ചോദിക്കേണ്ടത്, ഹൗ ഡു യു ഫീൽ? ആൻഡ് ഒത്തിരി ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ, അതിന് ഒരു ഒത്തിരി സന്തോഷം തോന്നിയ ഒരു ഫീഡ്ബാക്ക്? അല്ല, കുറേ നല്ല ആക്ച്വലി എല്ലാം ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി. അതിലേറ്റവും കൂടുതൽ കുറേ പേർക്ക്, പ്രത്യേകിച്ച് അമ്മമാരും പെൺകുട്ടികളും, അവർക്ക് അവരെ കാണാൻ പറ്റിയിരുന്നു. സത്യമായിട്ട് എൻ്റെ അമ്മയും പറഞ്ഞു അമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഈ മൂവി ഇഷ്ടപ്പെട്ടത്. എനിക്കൊന്ന് ഫാമിലി ആയിട്ട് പോകുമ്പോൾ മോർ ഓഫ് അവരുടെ ഏജിൽ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്നു പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ദാറ്റ് വാസ് നമ്മുടെ ഒരു അവർക്കാണ് ഏറ്റവും കൂടുതൽ കണക്റ്റ് ആണ്. സോ നമ്മൾ ഭയങ്കര ഇത് മോർ ഓഫ് എ ഫാമിലി ക്രൗഡ് ഏറ്റെടുക്കുമ്പോൾ ലൈക്ക് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. അമേസിങ്. അപ്പോൾ ഫീഡ്ബാക്ക് സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഓർത്തിരിക്കുന്ന എന്തെങ്കിലും? പലരും എൻ്റെ അടുത്ത് പറഞ്ഞു 3 സിനിമയിൽ ദിസ് വാസ് യുവർ ബെസ്റ്റ്. അതായത് എൻ്റെ ഒരു കൂട്ടുകാരൻ, അവൻ ഈ പറഞ്ഞ പോലെ അധികം സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങളൊരു ഇടയ്ക്ക് വെച്ചിട്ടൊന്നും കുറേ നാളായിട്ട് സംസാരിച്ചിട്ടില്ല. അപ്പോൾ ക്വീൻ ഇറങ്ങി, അതായത് ജനഗണമന ഇറങ്ങി. പക്ഷെ എൻ്റെ അടുത്ത് ഔട്ട് ഓഫ് ദ ബോക്സ് പെട്ടെന്ന് ഒരു ദിവസം അവന് മെസ്സേജ്, എടാ ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് യുവർ ക്വീൻ ഓർ ജനഗണമന ബട്ട് ഐ ലവ് മലയാളി ഫിലിം. ഫ്രണ്ട്സിന് മാത്രമല്ലേ മുഖത്ത് നോക്കി കാര്യം. ഓക്കെ, നൈസ്. അപ്പോൾ ഈ ഒരു മൂവി ആക്ച്വലി നിവിൻ്റെ തിരിച്ചു വരുമെന്ന് ഫുൾ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ, ഫുൾ T സിമ്പിൾ, നിവിൻ ഇസ് ബാക്ക്. അപ്പോൾ ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഈ മൂവിയിലുണ്ടല്ലോ. അപ്പോൾ എപ്പോഴെങ്കിലും ഈ മൂവി ചെയ്യാൻ ഉള്ളിലൊരു ഭയം, ഒരു പണി കിട്ടുമോ, അങ്ങനത്തെ ഒരു ഫീൽ എപ്പോഴെങ്കിലും? ഇല്ല, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. വളരെ നമ്മുടെ നാട്ടിൽ നടന്നു പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് പോകുന്നുള്ളൂ. പക്ഷെ അതല്ലല്ലോ ഇതിൻ്റെ മെയിനായിട്ട് ഈ ഗോപിയുടെ ഒരു യാത്രയാണ്. ഒരു ആർക്കും വേണ്ടാത്ത വളരെ മടിയനായിട്ടുള്ള ഒരു പെണ്ണിൻ്റെ പിന്നാലെ സ്റ്റോക്ക് ചെയ്ത് നടക്കുന്നൊരു പയ്യൻ. അവൻ നടന്ന് അല്ലെങ്കിൽ യാത്ര ചെയ്ത് വേറൊരു രാജ്യത്ത് പോയി വേറൊരു പെൺകുട്ടിയുടെ ലൈഫ് മാറ്റുകയാണ്. അപ്പം ഇവൻ്റെ ഒരു ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ. ഒന്നും ചെയ്യാതെ ഒരു പെണ്ണിന് പോകാനായിട്ട് നടക്കുന്ന ഒരുത്ത് വന്നിട്ട് വേറൊരു പെൺകുട്ടിയുടെ ലൈഫ് മാറ്റുന്ന ആ ഒരു ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ ആണ് ഞാനിതിനകത്ത് കാണുന്ന ഒരു ഹൈലൈറ്റ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പം എല്ലാവർക്കും ഒരു പേർപ്പസ് ഓഫ് ലൈഫ് ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ എല്ലാവരും ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു പേർപ്പസ് ഉണ്ട് എല്ലാവർക്കും. ആ പേർപ്പസ് ഈ സിനിമയിൽ ആ ക്യാരക്ടറിന് ഭയങ്കര രസകരമായിട്ടത് വന്നു. അതാണ് എനിക്ക് ഭയങ്കര ഞാൻ നോക്കി കാണുന്നത് അങ്ങനെയാണ്. And Mr. Deepak, yes. So is this the first time you're working with the Malayalam industry? Second time. Okay, so how was your experience with this whole crew? I think I told earlier also, but they were Dijo and this Nivin, superb, no doubt. I have no words to say, saying very frankly. Okay, yes. So what was your one of the, I know it's a very cliche question, but still I have to repeat it. What was one of the most memorable things on the set of this movie? Anything, it could be something funny actually. Multiple things are there. Funny things are always there. When he is there, the laughter has to be there. So there is no doubt. For me, every single day is working with Nivin. Is there anything funny that he ever said that you can share? Funny. Something. 24 hours, 365 days, 52 weeks. He's funny. That's it.
Yeah, the combination scenes of both of you, it was really funny for us also. We were also laughing so much. Thank you. All thanks to Diju. Yes, of course, thanks to him. Yes, yes, yes. ആൻഡ് മൂവി ഞാൻ കണ്ടപ്പോൾ എനിക്ക് ചില റെഫറൻസസ് തോന്നി. അത് കറക്റ്റ് ആണോ എന്ന് പറയണം. ഒരെണ്ണം നമ്മുടെ ദുബൈയുടെ ക്യാരക്ടർ, ഓക്കെ, അത് മലാല യൂസഫ് ആയിട്ട് എന്തെങ്കിലും റെഫറൻസ് ഉണ്ടായിരുന്നോ? അല്ല, ഒബ്വിയസ്ലി നമ്മൾ ഇൻസ്പയർഡ് ആണ്. ഓരോ ഇൻസ്പയറിങ് എന്താ പറയുക, ഇവരുടെയൊക്കെ ലൈഫ് നമുക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യും. അപ്പോൾ നമ്മുടെ ബോബിയുടെ യാത്രയിൽ ബേസിക്കലി സാഹിബിൻ്റെ മകൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സാഹിബിൻ്റെ അവസാനത്തെ വാക്ക് അത് അവളിലേക്ക് എത്തുമ്പോൾ അവൾക്ക് ഉണ്ടാവുന്ന ഒരു പഠിക്കണം എന്നുള്ളൊരു തോട്ടും അവൾ അതിൽ നിന്ന് പിടിച്ച് അതുപോലത്തെ ഒരു നാട്ടിൽ നിന്ന് എവിടെ എത്തുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. സോ ദാറ്റ് ഹാസ് ടു ബി സമ്മൺ ലൈക്ക് ദി, ഞാൻ പേര് പറയുന്നില്ല ബിക്കോസ് അതുപോലത്തെ ഒരു ക്യാരക്ടറാണ് നമ്മൾ മനസ്സിൽ കണ്ടത്. അപ്പം അതിൻ്റെ വേറൊരു വേർഷനാണ് നമ്മൾ ഇവിടെ റെഫറൻസ് എന്ന് പറയുന്നത് ഇൻസ്പിറേഷൻ. എക്സാക്ട്ലി. പിന്നെ ഓൾസോ റാവൽപിണ്ടി എക്സ്പ്രസ് ഷോയബ് അക്തറിന്റെ അത് ഡെഫിനറ്റ്ലി അത് കാണിക്കുന്നുണ്ട്. പിന്നെ ഒരെണ്ണം കൂടി നിവിന്റെ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഗോപിയുടെ ക്യാരക്ടറിനെ ഒരു എലിയുടെ മെറ്റഫർ ആയിട്ട് കാണിച്ചാൽ കുളിക്കുന്ന സീൻ മുതൽ പിന്നെ ട്രാപ്പിലാവുന്നത്, അതെന്താ ആ ഒരു മെറ്റഫറോട്? ബേസിക്കലി ടോം ആൻഡ് ജെറി. നമ്മൾ കണ്ട കാർട്ടൂൺസിൽ ഷേർ ഖാനാണ് ഈ ആഫ്റ്റർ ഇന്റർവൽ വരുന്നത്. Cat. Okay. So cat is what that reference I didn't catch. That's no, I mean എല്ലാ റെഫറൻസസും നമ്മൾ പർപ്പസ്ഫുള്ളി വെക്കുന്നല്ല. Okay. കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ ദാറ്റ്സ് ഫൈൻ. അത്രേ ഉള്ളൂ. ഇതൊക്കെ സബ് ടെക്സ്റ്റ് ആയിട്ട് കിടക്കുന്നു. ഇത് ആ കുളിക്കുന്നത് ഞാൻ അപ്പോഴേ വിചാരിച്ചത് എലി കുളിക്കുന്നു. അല്ല, എലി ഭയങ്കരമായിട്ട് ടൂ മച്ച് ഫീഡ് ചെയ്തതാണ്. ദാറ്റ് വാസ് ഫോർ ദ ഇന്റർവൽ സീൻ. പക്ഷെ അത് കഴിഞ്ഞ് ഇറ്റ്സ് ബേസിക്കലി ഞാൻ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഹാപ്പി ആവുന്ന ടോം ആൻഡ് ജെറി ആണ്. അപ്പോൾ ബേസിക്കലി ടോമും ജെറിയും എത്ര തല്ലുകൂടിയാലും പക്ഷെ അൾട്ടിമേറ്റ്ലി അവർ തമ്മിലൊരു ബ്രദർഹുഡാണ്. അതാണ് ആക്ച്വലി എക്സാക്ട്ലി. അപ്പോൾ അതാണ് ബേസിക്കലി സാഹിബും ഗോപിയും. They fight each other in the initial area, but finally they realize it's beyond that brotherhood. Okay. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ദിജുവിൻ്റെ അടുത്ത് തന്നെയാണ്, രണ്ടുപേരുടെ അടുത്തും ഈ മൽഘോഷ് ആ പേര് എവിടെ നിന്ന് വന്നു? വാട്ട്, വെയർ, വൈ, ഹൂ? വാട്ട് ഇസ് മൽഘോഷ്? സത്യം പറഞ്ഞാൽ മൽഘോഷ് എന്നുള്ള പേര് ഒരു നൗൺ ആയിട്ട് നമുക്ക് ഈ ഇൻ ഗോസ്റ്റ് ഹൗസ് എന്നിട്ട് ജഗദീഷ് ചേട്ടൻ്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, മറ്റേ വിജൃംഭിച്ച്, അതിന് അർത്ഥമൊന്നുമില്ല, പക്ഷെ അത് പറയുമ്പോ ഒരു ഫീൽ ഉണ്ട്. അപ്പൊ ഈ മൽഘോഷിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ, അതോ അതും നമുക്കൊരു അഡ്ജക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ? അല്ല, ആക്ച്വലി നമ്മുടെ റൈറ്റർ ഷാരിസിന്റെ ഏതൊരു ഫ്രണ്ടിന്റെ സംതിങ് അങ്ങനെയാണ് അവൻ്റെ അടുത്ത് പറഞ്ഞത്. ലൈക് ആക്ച്വലി ഒരു പേരാണോ? അങ്ങനെ എന്തോ ഒരു പേരുണ്ടെന്നാണ് അവൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ എനിക്കത് കേട്ടപ്പോ ഒരു ആഘോഷമാക്കാൻ പറ്റുന്ന പേര് പോലെ തോന്നി, മൽഘോഷ്. നീ എന്ത് മൽഘോഷാടാ എന്ന് ചോദിക്കാൻ പറ്റില്ല. അല്ല, അതിനൊരു രസം തോന്നി. അപ്പൊ എനിക്കും കേട്ടപ്പോ നല്ലൊരു പേര് കിട്ടി, KP മൽഘോഷ് എന്ന് പറയുന്നത്. KP കൊള്ളാം, മൽഘോഷ് എന്താ അത് ഭയങ്കര രസമുണ്ടാവും. എന്നെ വെച്ചതാ. ഓക്കെ. പിന്നെ നിവിൻ്റെ എല്ലാ മൂവീസിലും ഇപ്പോൾ ഫസ്റ്റ്ലി എനിക്കാണെങ്കിലും നിവിൻ്റെ ഒരു മൂവി ഇറങ്ങണമെന്ന് പറയുമ്പോൾ നമുക്ക് അജു വർഗീസിൻ്റെ ഫേസ് എപ്പോഴും അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഉണ്ടാവും. അത് ആ ഒരു കോംബോ നമ്മൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കോംബോ ആണല്ലോ. സോ ഇപ്പോൾ ഈ ഒരു പുതിയ കോംബോ വന്നപ്പോഴും ഭയങ്കര ഫണ്ണിയായിരുന്നു. സത്യമായിട്ട് നിങ്ങൾ സ്ക്രീനിൽ മറ്റേ സൈക്കിളിൽ ഇങ്ങനെ ഇരിക്കുന്ന സീനൊക്കെ ചുമ്മാ കാണുമ്പോൾ തന്നെ ചിരി വരും. നിങ്ങൾ സംസാരിക്കുന്നത് വേണ്ട, അവിടെ ഇരിക്കുന്നത് കണ്ടാൽ മതി, ചിരി വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിവിൻ്റോട് ചോദിക്കാനുള്ളത്, ധ്യാനോട് വർക്ക് ചെയ്തപ്പോഴും അജുനോട് വർക്ക് ചെയ്യുന്നത് തമ്മിലുള്ള സിമിലാരിറ്റീസും ഡിഫറൻസ് ഫണ്ണി ആയിട്ട് പറഞ്ഞു. ഡിഫറൻസസ് ഒന്നും ഇല്ലാന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. രണ്ടുപേരും ഒരേപോലെ ഭയങ്കര സിങ്കിനാവുന്ന ആക്ടേഴ്സാണ്. നമുക്ക് ഒരാളുടെ ഒരു അഭിനയിക്കുമ്പോൾ ഒരു ഗിവ് ആൻഡ് ടേക്ക് വേണമല്ലോ, ഒരു സിങ്ക് വേണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ അത് ഫീൽ ചെയ്യും. പക്ഷെ ഇത് രണ്ട് ഭയങ്കര രസകരമായിട്ട് നല്ല ഫ്ലോയിൽ പോകും രണ്ടുപേരിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ പടം ചെയ്തിട്ടില്ല. അജുനോട് കുറേ ചെയ്തല്ലോ. അപ്പം ഇപ്പം ആക്ച്വലി കുറച്ചായി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് നമ്മൾ ചെറിയൊരു ഇടിച്ചു കെട്ടി കൊണ്ടുവന്നിട്ടുണ്ട് മറ്റേ റെഫറൻസ് ആയിട്ട് അജുവിനെ. അല്ല, അത് ആക്ച്വലി നമ്മുടെ നാട്ടിലെ വേർഷനിലാണ് ചെറിയ സ്ലൈറ്റ് വേരിയേഷൻ. ഞാൻ വിട്ടുപോയി. അത് ഇവിടെ ഉള്ളവർക്ക് അത് കിട്ടത്തില്ല, അത് അവിടെ ഉള്ളവർക്ക് കിട്ടും. അപ്പൊ എന്തായിരുന്നു ആ ഒരു റെഫറൻസ് അജുവിന്റെ? അല്ല, അത് പറയാൻ പാടില്ലാത്ത റെഫറൻസ്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ മുവാഫക്ക് എന്ന് പറഞ്ഞ ക്യാരക്ടർ അജു നാട്ടിൽ
ഇത് അറിയുന്നില്ലേ ഓക്കെ ആ മനസ്സിലായി ഡാറ്റ അറിയുന്നത് സാല മലയാളി ഫ്രം യെസ് 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 അത് ആക്ച്വലി ഷൂട്ട് ചെയ്യുമ്പോഴും അപ്പൊ അജുവിന്റെ ഫേസ് അതിലുണ്ടോ നാട്ടിലെ വേർഷൻ അത് അജുവാണ് ആക്ച്വലി ഷൂട്ട് ചെയ്യുമ്പോഴും അജു ആയിരുന്നു. ഓക്കെ ഷൂട്ട് ചെയ്യുമ്പോഴും നമ്മൾ ആ ഒറിജിനൽ ഇത് വെച്ചാൽ, പക്ഷെ അത് കഴിഞ്ഞിട്ട് ആക്ച്വലി നമുക്ക് ആ സോങ് ഇല്ലേ വേൾഡ് സോങ്ങിന്റെ അവിടെ നമുക്ക് അന്ന് അജുവിന്റെ ഡേറ്റ് കിട്ടിയില്ല, മനസ്സിലായ ആ മുവാഫക്കിനെ നമ്മൾ കാണിക്കുന്നില്ലേ, അപ്പോഴാണ് നമ്മളത് ഇത് ചെയ്തത്. ഓക്കെ ഓക്കെ അതാണ് അപ്പം നമ്മളത് ട്രിം ചെയ്തിട്ട് നമ്മൾ കേരളത്തിൽ ഇന്ത്യൻ വേർഷനിൽ. Okay. So I'm sure you can you understand what we were just talking right now? Anything? Nothing. Or it's all Just like enjoying the company. okay, that's the main thing. Yes. So do you watch Malayalam movies? Only once. Okay. Is there any movie that That mine only. oh I like that. That's very nice. So you didn't learn any Malayalam being on the set? Only dialogues. Only dialogue. Some words are there which I can't speak right now. Of course, I know. I absolutely Can I know. speak? No, please. All the non I want to also, Yes. but I can't. all the non-Malayalis learn a few sets of words. We know. കറക്റ്റ്. ഓക്കെ, പിന്നെ ഈ മൂവിയെ പ്രൊമോട്ട് ചെയ്ത രീതി, ഇപ്പോൾ സോങ് ഇറങ്ങിയ സമയത്ത് കൃഷ്ണ സോങ് ഇറങ്ങിയപ്പം എല്ലാവരും വിചാരിച്ചു, ഇപ്പം ഞാനാണെങ്കിലും പേഴ്സണലി വിചാരിച്ചു ഓക്കെ ഒരു റോം കോം, നമ്മുടെ നാട്ടുപുറത്ത് നടക്കുന്ന ഒരു റോം കോം, ഒരു ഏജ് ഗ്യാപ്പുള്ള ആ കിഴവൻ്റെ ഈ ഡയലോഗൊക്കെ വന്നിട്ട് ഓക്കെ ഇറ്റ്സ് റോം കോം. പിന്നെ ട്രെയിലർ കണ്ടപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് വേറൊരു സീരിയസ്, സോ ഇറ്റ് വാസ് ലൈക്ക് വെരി കൺഫ്യൂസിങ്. പിന്നെ ഓൾസോ മൂവിയിലുള്ള പല കാര്യങ്ങളും ഇതിൽ കാണുന്നില്ല, ലൈക്ക് സർപ്രൈസ് എലിമെന്റ്സ്, അതിലേക്ക് ഞാൻ വരാം, അത് വേറൊരു ചോദ്യമാണ്. അപ്പോൾ പല സർപ്രൈസ് എലിമെന്റ്സും അതിൽ വരുന്നില്ല. അപ്പോൾ ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇത് പ്രൊമോട്ട് ചെയ്തേക്കുന്നത്. സോ അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ, ആൻഡ് ഹൗ ഡിഡ് ഇറ്റ് എഫക്ട് ദ റണ്ണിങ് ഓഫ് ദ മൂവി? ആക്ച്വലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിട്ട പ്രോമോ ഫസ്റ്റ് ഒരു പ്രോമോ ഇട്ടാണ് ഞാനും ഇവരും തമ്മിലുള്ള കോൺവെർസേഷൻ. ദാറ്റ് ഹാപ്പൻഡ് ഓൺ December 25th ക്രിസ്മസ്, ബിക്കോസ് നമ്മൾ കുറച്ച് ഏർലി റിലീസായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മളത് പിന്നീട് കുറച്ച് ആഫ്റ്റർ ആഡ് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കൃഷ്ണ സോങ് പോയി, പിന്നെ വേൾഡ് മലയാളി ആന്തം റിലീസ് ചെയ്തത്. അപ്പോൾ അത് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുന്നേ വി ഹാഡ് എ പ്ലാൻ, ബിക്കോസ് വി ആർ സ്ട്രിക്ട്ലി ഡൂയിങ് ദിസ്, ബിക്കോസ് നമ്മുടെ ടൈറ്റിൽ മലയാളി ഫ്രം ഇന്ത്യ, വേൾഡ് മലയാളി ആന്തം എക്സ്ക്ലൂസീവ്ലി ഫോർ ഈ പർപ്പസ് തന്നെ. അപ്പോൾ അത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് പ്രൊഡക്ഷനൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് മൂന്നും വന്നു കഴിഞ്ഞപ്പോൾ ആക്ച്വലി കൃഷ്ണ സോങ് മാത്രമാണ് നമ്മുടെ ആക്ച്വൽ കണ്ടന്റ് ആയിട്ടത്. അപ്പോൾ ഇത് മൂന്ന് കണ്ടന്റ് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു ഇവൻ്റെ വർഷങ്ങൾക്ക് ശേഷം വന്നു. സോ ആക്ച്വലി നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനും ഒരുപാട് എന്താ ഹൈപ്പ് ഫോർ ആ ഫിലിം. സോ ബട്ട് വി നോ ദാറ്റ് ദിസ് ഫിലിം ഇസ് എന്താ പറയുക വളരെ ഒരു ഇറ്റ്സ് അബൌട്ട് ഗ്ലോബൽ ബ്രദർഹുഡ് ആൻഡ് ഇറ്റ്സ് ഒരു വലിയൊരു സീരിയസ് കോണ്ടന്റ് സംസാരിക്കുന്ന സിനിമയാണ്. ഡെഫിനറ്റ്ലി ഹ്യൂമർ ഉണ്ട്, പക്ഷെ ഇതിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് ഡിഫറെന്റ്. അപ്പം ഇത് നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തൊരു ട്രെയിലർ വിട്ട എല്ലാം ഗസ് ചെയ്യും, മനസ്സിലായി? ഓക്കെ, ബിക്കോസ് അത് കഴിഞ്ഞാൽ ഒന്നുമില്ല സിനിമ. when we get to see that in the big screen, no, there's nothing. So people will say oh ഇതല്ലേ കഥ. ഇപ്പോഴത്തെ ആൾക്കാരങ്ങനെ ഒരു സാധനം വിട്ട് അപ്പം ജഡ്ജ് ചെയ്യും. അപ്പോൾ അത് വിടണ്ട എന്നായിരുന്നു ബേസിക്കലി ഞങ്ങൾ ടീമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ ദാറ്റ് ഈസ് വാട്ട് വി ഗോട്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു 2 ദിവസം മുന്നേ ഒരു ടീസർ വിട്ടത്. അതിന് കുറച്ച് സീരിയസ് ആയിട്ടുള്ള, സോ ദാറ്റ് ഞങ്ങൾക്ക് ഇത് മനസ്സിലായി ദിസ് ഇസ് ഗോയിങ് വേ ബിയോണ്ട്, ഭയങ്കര ഒരു കോമഡി ഫണ്ണൊക്കെ എക്സ്പ്ലോർ. അപ്പോൾ അതല്ല എന്ന് ഞങ്ങൾക്ക് പറയാം. അതുകൊണ്ടാണ് വി സ്ട്രക്ക് ദ എക്സാക്ട് നോട്ട് വിത്ത് എ ടീസർ. ആൻഡ് ഐ തിങ്ക് നമ്മുടെ ഫസ്റ്റ് ഡേ വന്ന ക്രൗഡ് മനസ്സിലായി വന്നവർക്ക് കുറേ കൂടെ കണക്ട് ആയി, മനസ്സിലാതെ വന്നവർക്ക് ഓക്കെ അതാണ് ദാറ്റ് വാസ് തിങ്. പക്ഷേ ഓവറോൾ ഇപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായി, ഓക്കെ ദിസ് ഇസ് വാട്ട് ദ ഫിലിം ഇസ് അബൌട്ട്. സോ അൾട്ടിമേറ്റ്ലി ദേ സ്റ്റാർട്ടഡ് ലവിങ്. സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നൈസ്. അപ്പോൾ ഇപ്പം മറ്റേ വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് കമ്മിങ് ടു ദാറ്റ്, അപ്പോൾ തിരിച്ചു വരുമ്പോൾ വിത്ത് സെൽഫ് ട്രോൾ കിങ്. അപ്പോൾ ആ ഡയലോഗ് ഞങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. സോ നമുക്കെല്ലാവർക്കും ഇപ്പോൾ ലൈഫിൽ നടന്ന പല കാര്യങ്ങളും എന്തെങ്കിലാണെങ്കിലും നമുക്കത് എന്താ പറയുക ട്രൂത്ത്ഫുള്ളായിട്ട് പറയാൻ, അത് പറയാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. നമ്മളെപ്പോഴും അതിങ്ങനെ ഒളിപ്പിച്ച് വെച്ച് അല്ലെങ്കിൽ എന്താ പറയുക ആരെങ്കിലും വല്ലതും പറഞ്ഞാൽ പിന്നെ അത് ഫീൽ ആവുക അങ്ങനത്തെ രീതിയിലാണ്. പക്ഷേ ഈ ഒരു സെൽഫ് ട്രോളോട് കൂടി തിരിച്ചു വന്ന നിതിൻ മോളി ആ ക്യാരക്ടർ കാരണം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഫണ്ണി. ഞങ്ങൾ ഇപ്പോഴും അത് പ്ലേ ചെയ്ത് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ മീംസ് ആയിട്ട് അയക്കുന്നത് വരെ ഉണ്ട് അത്.
സോ അത് ചെയ്യാനുള്ള ആ ഒരു സെൽഫ് റോൾ ഡയലോഗ് ചെയ്യാനുള്ള മോട്ടിവേഷൻ അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു ധൈര്യം അതിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു എന്ന്? അല്ല, അത് കംപ്ലീറ്റ് വിനീതിന്റെ ഒരു പ്ലാൻ ആണല്ലോ. ഓക്കെ, പ്ലാൻ പണി പ്ലാൻ പണ്ണീർ. അല്ല, വിനീത് കഥ എഴുതി കഴിഞ്ഞ് ഒന്ന് നരേറ്റ് ചെയ്തു. നരേറ്റ് ആദ്യം ഞാൻ ഇത്തിരി കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇതെങ്ങനെ ഓഡിയൻസ് എടുക്കുമെന്നൊരു അറിയില്ല. എനിക്കത് ഇങ്ങനെ എടുക്കുന്നത് കാണാൻ പറ്റുന്നില്ല. ചിലത് നമുക്ക് ചെയ്യുമ്പോൾ അറിയാം, അല്ലെങ്കിൽ നമുക്ക് കേൾക്കുമ്പോൾ അറിയാം ഇത് രസമായിരിക്കും അറിയാം. ഇതെനിക്ക് മനസ്സിലായില്ലായിരുന്നു. ഇത് ഓഡിയൻസിന് അത് ഹേർട്ടാവോ അല്ലെങ്കിൽ അവർ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുമോ എന്നുള്ള കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അപ്പം അത് വിനീതർക്ക് ഡിസ്കസ് ചെയ്തു. പക്ഷേ വിനീത് നീ ഒന്നും നോക്കണ്ട, ഞാൻ വിശ്വസിച്ചിട്ട് പോരെ, ബാക്കി ഞാൻ അതുപോലെ അത് അടിപൊളിയായിട്ട് വരും എന്ന് പറഞ്ഞാൽ അതൊക്കെ എല്ലാവരും പിന്നെ പോയി ചെയ്യാനുള്ളൂ. Have you watched that? There's that self-troll one big dialogue in his previous film. It's like fire, the whole dialogue. That's why he's hot. That of course, but the dialogue is too hot. It's a long time. long time. ഓക്കെ, സോ ഡിജോൻ്റെ എല്ലാ മൂവീസിലും ഇപ്പം എത്ര കളർഫുൾ ആണ് എന്താണെങ്കിലും അതിലെപ്പോഴും ഒരു സ്ട്രോങ് പൊളിറ്റിക്കൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, സോ ഇസ് ദാറ്റ് പേർപ്പസ്ഫുൾ അതോ അത് അങ്ങനെ ആയി പോകുന്നതാണോ? ആക്ച്വലി പേർപ്പസ്ഫുൾ അല്ല. ബേസിക്കലി സിനിമ എന്ന് പറഞ്ഞാൽ എൻ്റർടൈൻമെൻ്റ് ആണ്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് പെർസ്പെക്റ്റീവിൽ വരുമ്പോൾ അതിൻ്റെ ഒപ്പം എന്ത് നമുക്ക് എക്സ്ട്രാ കൊടുക്കാൻ പറ്റും, അത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ സിനിമ ഇതിൻ്റെ കഥ കേൾക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബ്രദർഹുഡാണ്. അതായത് ഇവരുടെ ആ ഒരു ബോണ്ടിങ് ബിറ്റ്വീൻ രണ്ട് നേഷൻ അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനത്തെ സിനിമകൾ കണ്ടിട്ട് നമ്മൾ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് ഇസ് ബേസിക്കലി പ്ലോട്ട് സെറ്റിംഗ്. ഈവൻ എന്ന ആ ഒരു ഹോബി എന്ന അലവരാതിയെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ സെക്കൻഡ് ഹാഫ് ഇസ് വാട്ട് ഹിസ് ലൈഫ് ഇസ് ഗോണ ട്രാൻസ്ഫോം. അപ്പോൾ അതിനു വേണ്ടി വരുമ്പോൾ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ഹാഫിൽ ആ നാടിൻ്റെ ഒരു വോളറ്റാലിറ്റി കാണിക്കണം. അപ്പോൾ അതിനു വേണ്ടി വരുന്ന സീൻസാണ് ആ പറഞ്ഞ ചെറിയ ചെറിയ ഈക്വേഷൻസ് ഉള്ളത്. ഇപ്പോൾ തെയ്യമാണെങ്കിലും സലീമേട്ടൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ എന്താ ഷൈൻ ടോമിൻ്റെ ഒക്കെ സീൻസ് അതുകൊണ്ടാണ് അവിടെ വരുന്നത്. ബിക്കോസ് അത്രയും വോളറ്റൈൽ ഒരു സ്ഥലത്ത് വേണം ഇവ പോവാൻ. അപ്പോൾ ഇത് പേർപ്പസ്ഫുൾ അല്ല. ഫോർ ദ സ്ക്രീൻ പ്ലാൻ ഫോർ ദ ഫിലിം ഇസ് വാട്ട് നമ്മൾ അതിലോട്ട് ഡിറൈവ് ചെയ്ത് വരും. അല്ലാതെ വെറുതെ നമ്മളങ്ങനെ വെക്കാറില്ല. ഇപ്പോൾ ജനഗണമനയിലും അങ്ങനെയല്ലല്ലോ. അത് ആ സീൻ്റെ ഒരു ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ചാണ് പറയുന്നത്. അല്ലെങ്കിൽ ശരിക്കും ആക്ച്വൽ കോർട്ടിലൊന്നും അങ്ങനെ ഒരാൾ സ്പീച്ച് പ്രീച്ച് ആയിട്ട് പറയില്ലല്ലോ. നമുക്കറിയാം ദാറ്റ് വിൽ വർക്ക്. സോ ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഡസ്. സെറ്റിലെ കുറച്ച് വിശേഷങ്ങൾ ഞങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമോ? ഇതിൻ്റെയാണോ? ആ, ഇതിൻ്റെ ലൈക്ക് എടുത്ത് പറയണ്ട. ലൈക്ക് ഞങ്ങൾ അറിയാം, BTS നമ്മൾ അറിയാറില്ലല്ലോ. അപ്പോൾ സംതിങ് മെമ്മറബിൾ ആയിട്ട് പ്ലീസ്. ഇതില് നമ്മൾ തുടങ്ങിയത് ദുബായിലാണ് ഇതിന്റെ ഷൂട്ട് തുടങ്ങിയത്. ഭയങ്കര ചൂടുള്ളൊരു ഫെബ്രുവരി Memorable. ഭയങ്കര ചൂടുള്ള സമയത്ത് നമ്മൾ തുടങ്ങി. മാർച്ച് പകുതി കഴിഞ്ഞപ്പോഴേ നല്ല ചൂടായിരുന്നു. ഫെബ്രുവരി നമ്മൾ സെറ്റ് വർക്ക് നടത്തി. അപ്പോൾ എന്താ പറ്റിയത്, നമുക്കൊരു കാലത്തൊക്കെ ഒരു 8 മണി വരെയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈവനിങ് ഒരു 5 to 6 അത്രേ ഉള്ളൂ നമുക്ക് പുറത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ആ ഫാം ഹൗസിനകത്താണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഭയങ്കര ടഫായിരുന്നു. കാരണം എല്ലാവരും അതിൻ്റെ ഉള്ളിലായിരിക്കും, പുറത്തും ചൂട് അകത്തും ചൂട്. കാരണം നമ്മൾ അങ്ങനെയല്ല പ്ലാൻ ചെയ്ത്, നമ്മൾ നാട്ടിൽ ഷൂട്ട് പോലെ തന്നെ ഫുൾ ചെയ്യുന്ന ഇടയ്ക്ക് അകത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇത് മരുഭൂമിയാണല്ലോ. മരുഭൂമിയിൽ ചൂടെന്ന് പറഞ്ഞപ്പോൾ സിറ്റീനേക്കാൾ കുറച്ചും കൂടി ടെമ്പറേച്ചർ ഭയങ്കര ഇതായിരിക്കുമല്ലോ. അപ്പോൾ അത് ഭയങ്കര ടഫ് സിറ്റുവേഷൻ ആയിരുന്നു. അത് ഒരു 30-35 ഡേയ്സിനപ്പുറം നമുക്ക് ഷൂട്ട് ചെയ്തു ഉള്ളിൽ. അത് മാത്രമേ ഉള്ളൂ നമുക്ക് ദുബായിൽ. അത് പിന്നെ ഒരു ട്രാവൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ഫുൾ നമ്മൾ അത് ശരിക്കും ഫുൾ ആ ഒരു മരുഭൂമി അതൊരു സെറ്റ് ചെയ്തു. കറക്റ്റ് മരുഭൂമിയുടെ ഇടയിൽ ഇതിലൊന്നുമില്ല. അത് വെറുതെ പ്ലെയിൻ ലാൻഡ് ഡിജോ ഡിസൈൻ ചെയ്ത് എടുത്തതാണ്. അത് ആദ്യത്തെ ഫോട്ടോയും ഇത് കണ്ട നമ്മൾ ഒരു കുഴപ്പമില്ല. ഞാൻ പറയാം, എവിടെ നോക്കിയാലും മരുഭൂമിയാണ്. സിറ്റിയുടെ അടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പോയി വരാനുള്ള 1.5 മണിക്കൂർ അകത്തേക്ക് പോയിട്ട് മരുഭൂമി. ഞാൻ പറഞ്ഞു ആ മരുഭൂമി ഈ മരുഭൂമിയിൽ ഒരു വ്യത്യാസമില്ല. സാറിന് ഇതെന്തോ വേറെ എന്തൊക്കെയോ കണ്ട് ഇഷ്ടപ്പെട്ട മാത്രമാണ്. അല്ല, ആ മരം അത് ഭയങ്കര രസമാണ്. അതൊരു ക്യാരക്ടറാണ്. മരത്തിനോടടുത്ത് നമ്മളൊരു ഏരിയ സെറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്തു. അപ്പോൾ പിന്നെ സാഹിബായിട്ടുള്ള ഇപ്പോൾ നമുക്കിത് ആദ്യമേ പുള്ളിയുടെ ഓഡിഷൻ ഇതെല്ലാം കണ്ടു. ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്ത് ഭയങ്കര ഹൈറ്റ് ഡിഫറൻസ് ഉള്ള രണ്ടുപേരും നമ്മൾ, അല്ലെങ്കിൽ ഒരു 6'7", 6'8" ഒക്കെ ഹൈറ്റുള്ള ഭയങ്കര ഹൈറ്റുള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഭയങ്കര രസമായിരിക്കുമല്ലോ ഇത് കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ 1-2 പേര് പോയി കണ്ടു. പക്ഷെ അവർക്ക് പെർഫോമൻസ് ഭയങ്കര
ഹൈറ്റ് ഉണ്ടെന്നുള്ളൂ, അവർക്ക് ഇമോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം ദുബൈയുടെ കാര്യമൊക്കെ പറയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യണല്ലോ. അതെ അതെ. പക്ഷെ അപ്പം അങ്ങനെയാണ് ദീപക് ജിയുടെ സംസാരിച്ചപ്പോൾ രണ്ടും മാച്ചാണ്, ലൈക്ക് പെർഫോമൻസ് ഉണ്ട്, ഫിസിക് വൈസ് ഇതാണ്. ഇനീഷ്യലി ആദ്യം ഒരു നമ്മളൊന്ന് ഐസ് ബ്രേക്ക് ചെയ്തിട്ട് ടൈം എടുത്തു. പിന്നെ ഈ പറഞ്ഞാൽ ഈ ടോം ആൻഡ് ജെറി പോലെ തന്നെ എടുത്തു. ഫുൾ ടൈം അങ്ങോട്ട് പരിവാക്കും. ഡിജോ വിളിക്കും, എവിടെ ആക്ടേഴ്സ് നമ്മൾ മരുഭൂമി തന്നെ ഓടിച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ ബാറ്റിൽ ഓടിച്ചു. So you were actually chasing him around? Yes. Why? Can you share? It's okay, my money, na. That's in the movie. I'm asking, why was Mr. Deepak chasing Mr. Nivin? Only DJ knows. He was very too serious. ഭയങ്കര സീരിയസ് ആണ്. അപ്പൊ ഞാനിങ്ങനെ അത്ര സീരിയസ് ഒന്നും ആവണ്ട. കുത്തി irritate ചെയ്ത്. ആദ്യം ദീപക് ജി ഭയങ്കര സീരിയസ് ആയിട്ട് വരുന്നു. റെഡി അപ്പൊ ഈ ഷോർട്ട് എടുക്കാൻ നിവിൻ അപ്പൊ ദീപക് ജി ആദ്യം മനസ്സിലാവില്ല. This is not the way to act. That was dialogue from Deepak ji. Then after the understood. ഇങ്ങനെ പറ്റുള്ളൂ, സർവൈവ് ചെയ്യുന്നതേ പറ്റുള്ളൂ മനസ്സിലായി. അല്ല, സെറ്റില് ധ്യാനമായിട്ടുണ്ടായിരുന്നില്ലേ? നിങ്ങൾ മൂന്നുപേരും കൂടെ ഒരുമിച്ചുണ്ടായിരുന്നു? ഇല്ല ഉണ്ടായിരുന്നില്ല അല്ലേ? ഇവിടെ അതും കാണിച്ചു, അങ്ങനെ സീൻ ഇല്ല കാണിച്ചില്ല. ഞാൻ ചോദിച്ചത് സെറ്റില് നിങ്ങൾ എപ്പോഴെങ്കിലും ഉണ്ട്? ഇവനുടനെ ഇവിടെ അതും മാറിയോ? ധ്യാൻ നാട്ടിൽ ഇവിടെ ചെയ്ത് മാത്രമല്ല. ധ്യാൻ ആക്ച്വലി ആ സമയത്ത് ഷൂട്ടിലുണ്ടായിരുന്നു ദുബായിൽ അല്ലേ? ദുബായിലുണ്ടായിരുന്നു. ആ സെറ്റിൽ എന്തെങ്കിലും നടന്നോന്ന് അറിയാൻ വേണ്ടി മൂന്നുപേരും കൂടെ ഒരുമിക്കുമ്പോ എന്തെങ്കിലും നടക്കുന്നുണ്ട്. ഷോ നടന്നില്ല. പക്ഷെ പടത്തില് ആ ഏരിയയില് ധ്യാൻ ഫോൺ കോൾ ഒക്കെ ആയിട്ട് വരുന്നുണ്ട്, അറിയാലോ. അതെ. പിന്നെ ഓൾസോ ട്രെയിലറില് മറ്റേ നിവിന്റെ പിന്നില് അപകടം ഒളിച്ചിരിപ്പുള്ളത് കാണിക്കുമ്പോ ധ്യാന്റെ ഫേസ് ആണല്ലോ കാണിക്കുന്നത്. അല്ല, ആക്ച്വലി ആ ഒരു ക്യാരക്ടറില് ഏറ്റവും കൂടുതൽ പ്രശ്നം കൊണ്ട് ചാടിക്കുന്നത് മൽഘോഷ് ആണല്ലോ. അപ്പൊ ആക്ച്വലി മൽഘോഷ് ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് ഓക്കെ ആണോ? മൽഘോഷ് എന്നുള്ള പേര് ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് നമുക്ക് നീ എന്ത് മൽഘോഷ് അങ്ങനെ പറയുന്നത് ശരിക്കും പലരും ഉണ്ടെങ്കിൽ അല്ല, അത് പേര് ഭയങ്കര ക്യാച്ച് ചെയ്തുകൊണ്ട് നമ്മൾ വെച്ചു അത്ര. ഓക്കെ, അപകടം കൊണ്ടുവരുന്ന കാണാം മൽഘോഷ്. അതെ, പണി വരുന്നുണ്ട്. പിന്നെ ഓൾസോ മൂവിയിലെ ഡിജോന്റെ ക്യാരക്ടർ പ്രൊഫസർ, അത് സർപ്രൈസ് ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ജനഗണമനയിലും പ്രൊഫസർ, ഇതിലും പ്രൊഫസർ. അതെ, അപ്പൊ എല്ലാം പ്രൊഫസറായിട്ട് ആ റോൾ അങ്ങ് എടുക്കുന്നതാണ്, ഞാൻ ഏറ്റെടുക്കുന്നതാണ്. അല്ല, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി അനുവിന്റെ സീൻ ഉണ്ടല്ലോ, കൃഷ്ണനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കൃഷ്ണ നമ്മൾ PSC കോച്ചിങ് പഠിക്കുന്നതായിട്ട്, അപ്പൊ അത് ഭയങ്കര സട്ടിലായി പോകും. ഒന്നുമില്ല, കൃഷ്ണനെ അപ്പൊ അവിടെ കൗണ്ടർ ചെയ്യുന്ന ഒരാൾ വേണം. അതുകൊണ്ട് നമ്മൾ സെറ്റ് ചെയ്തതാണ് ഷൈജൂസ് എന്ന് പറയുന്ന ക്യാരക്ടർ. ഷൈജൂസും ഗോപിയായിട്ട് എന്തോ ഉണ്ട് എന്നുള്ള സാധനം, അത്ര ഉള്ളില്ല, വേറെ ഒന്നുമില്ല. അല്ല, എല്ലാ മൂവീസിലും പ്രൊഫസർ റോള് തന്നെ സംഭവിച്ചു പോയതാ, അറിഞ്ഞുകൊണ്ടുപോയതല്ല. അങ്ങനെ സിനിമയിൽ വരുന്നതിന് അവനൊരു ഭയങ്കര ആഗ്രഹം തീർത്തു. അല്ല, ഞാൻ ആക്ച്വലി പഠിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് ചെറുതായിട്ട്, ചെറിയ രീതിയിലൊക്കെ. പള്ളികളെ നിർത്തി, അവരെ നിർത്തിച്ചു. ഇത്രയും സോ നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യ മിസ്റ്റർ ഗോപി, ഓക്കെ, അത് മാറ്റി വെച്ചിട്ട് മലയാളി എന്ന നിലയിൽ നിവിൻ്റെ മോസ്റ്റ് പ്രൗഡ് മൂമെന്റ് ലൈഫിൽ എപ്പോഴെങ്കിലും പറയാമോ? മലയാളി എന്ന് തോന്നുമ്പോൾ നമുക്ക് ആ ഒരു യെസ് മലയാളിടാ. എനിക്ക് അങ്ങനെ ഒരു മലയാളിയുടെ ഇടയിലല്ലോ, പുറത്ത് പോകുമ്പോഴാണല്ലോ നമുക്ക്. എനിക്ക് അങ്ങനെ ഒരു ഫസ്റ്റ് അനുഭവം ഉണ്ടായത് ഞാൻ മൂത്തോൻ്റെ ഇതിന് പോയപ്പോഴാണ്, ടൊറൻറ്റോയിൽ ഫെസ്റ്റിവലിന് പോയപ്പോൾ. ഒരു മലയാള സിനിമ, ഒരു മലയാളിയായിട്ട് അത്രയും വലിയൊരു ഫെസ്റ്റിവലിൽ നമ്മൾ പ്രീമിയറിന് പോയി നിന്നപ്പോൾ ഒരു ഭയങ്കര ഒരു കിക്കായിരുന്നു. അത് ഭയങ്കര ഇതടിച്ചൊരു സംഭവം. അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ്? അല്ല, ബേസിക്കലി എനിക്ക് തോന്നും ഒരു സിറ്റുവേഷനിൽ ഞാനിങ്ങനെ പെട്ടുപോയി, ഫ്ലൈറ്റ് വന്നിറങ്ങി. അപ്പം നമ്മളെ ഫ്രാങ്ക്ഫർട്ടിലങ്ങ് അത് നെക്സ്റ്റ് ഫ്ലൈറ്റ് ക്യാൻസലായി. അപ്പം ഞാനും വൈഫും കൊച്ചുണ്ട്, സ്റ്റക്കായി, ഒന്നുമില്ല, ഷൂട്ടില്ല, ഒന്നുമില്ല, ഭയങ്കര തണുപ്പാണ്, സ്നോ ആയിരുന്നു. ആ സമയത്ത് എനിക്ക് ഞാൻ ജസ്റ്റ് ചേച്ചിക്കൊരു മെസ്സേജ്, ചേച്ചി പെട്ടു. അവിടെ എനിക്കൊരു കുറേ കോൾസ് വന്നു. എവിടെയാ അത് ഞാൻ ആരാന്ന് പറഞ്ഞിട്ടൊന്നുമല്ല, വിളിക്കണ മൊത്തം മലയാളീസ്, ചേച്ചിയുടെ കെയർ ഓഫ്. അപ്പം അവിടെ എനിക്കൊരു ഭയങ്കരമായിട്ടൊരു പ്രൗഡ് ഫീലായി. ഞാൻ എവിടെ നിന്നാലും എന്താ കുഴപ്പം, നമുക്കുണ്ടല്ലോ എന്നുള്ളൊരു സാധനം കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി. ദാറ്റ് വാസ് എ പ്രൗഡ് ഫീൽ. എവിടെ ചെന്നാലും ഉണ്ടല്ലോ മലയാളി എന്നുള്ളൊരു സാധനം ഭയങ്കര ഹാപ്പിയാണ്. And Mr. Deepak,
any feedback from that's very memorable for you for this movie? Then Navin is back. That's why we back. എല്ലാം every interview, you know. I was watching this movie, my movie only. Then you said, na, ki, okay, That couple of day. days back, yeah. So I was wearing mask, you know. I was wearing, sitting with the audience. Okay. So one lady was sitting with me. Okay. I messaged you also. One lady was sitting with me. And after my death, na, she was crying. Oh. So I asked, English, can you speak English? Yeah. I said, why are you crying? Sahib died, na. He's a nice guy. Oh. No, he's good, see. Sahib died. So I removed my mask. I'm Sahib. Yeah. Huh? Tears are there and smile is there. What that combination, na? Oh, I love it. so cute. That's my mom. Suddenly he woke up from sleep. ഇന്നും ചെയ്യരുത് ചെയ്തോ Chedo. He said Chedo. What's okay? Interview. ഇന്റർനാഷണൽ ഹലോ Do you want to chase him around here? Please. ഇങ്ങനെ തന്നെയായിരുന്നു സെറ്റിൽ ഇത് തന്നെയായിരുന്നു. സാഹിബിനൊരു സീരിയസ് ഡയലോഗ് കൊടുക്കുക. സീരിയസ് ഓക്കെ, സാഹിബിനാണെങ്കിൽ ടെൻഷൻ ഡയലോഗ് മലയാളം dialogue ആണ്. മലയാളമല്ലേ. അതെ അതെ. അപ്പോൾ എന്താ എൻ്റെ മകൻ എന്നൊക്കെ പറഞ്ഞ് പുള്ളി എൻ്റെ മകൻ എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്കും റെഡി. അപ്പം ഞാൻ റെഡി എൻ്റെ മകൻ നോക്കുമ്പോഴത്തേക്കും അപ്പോഴത്തേ സാഹിബ് ഇതിന്റെ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പഠിച്ചു വരണല്ലോ. അതെ അതെ. അപ്പൊ തലേ ദിവസം ഇരുന്നിട്ട് ഫുൾ ഡയലോഗ് പഠിക്കും. പ്രോംപ്റ്റിംഗ് ഒന്നുമല്ല, പുള്ളി തനിയെ ഡയലോഗ് ഇമോട്ട് ചെയ്ത് പറയണം. ഇത് പുള്ളി എല്ലാം പഠിച്ച് സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഷാരിസ് നമ്മൾ റൈറ്റർ ഒരു കസയിൽ തന്നെ ഇങ്ങനെ എന്തോ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. എന്തൊക്കെ ആലോചിച്ചു ഷോർട്ട് റെഡി എന്ന് പറയുമ്പോൾ ഷാരിസ് വന്ന് പേപ്പർ കൊണ്ട് കൊടുത്തൊരു നയ ഡയലോഗ് സാഹിബ് ഒരു നോട്ടുണ്ട്. അതായത് ഇത്രയും പഠിച്ച് മലയാളമാണല്ലോ നമ്മൾ ചിന്തിക്കുന്നില്ല, ഇത് കിട്ടുന്നില്ല. ഈ മലയാളം ഡയലോഗ് പറയാൻ ഭയങ്കര ടെൻഷൻ. പരീക്ഷയ്ക്ക് മുന്നേ സിലബസ് മാറുന്ന അവസ്ഥ. സിലബസ് പറയുമ്പോൾ പുള്ളി ഭയങ്കര സീരിയസ് ഫ്രണ്ടിലേക്ക് ഞാൻ പറയും ഈ ഡയലോഗ് നിങ്ങൾ തെറ്റിക്കുന്നു. ഇതല്ല പച്ചയ്ക്ക് പറഞ്ഞു സായി ഡയലോഗ് നിങ്ങൾ തെറ്റിക്കും. ഒന്നുമില്ല, എല്ലാം Demotivation. മുഖം കണ്ട് ഭയങ്കര ടെൻഷനുള്ള സായി വാട്ട് ഹാപ്പൻ എന്നൊക്കെ ചെയ്തു. പുള്ളി സാലെ And he's like this, huh? My writer is like this, very big fighter. And I'm in front of him, I'm like this. As he's giving me tension, you know. Deepak ji, you know. I don't know what. And Upar se, my partner, full cooperative. It's like a cooperative story, you know. My dialogues are there. I'm a Punjabi guy, okay? Yes. I didn't even know a single word of Malayalam. I'm memorizing my lines. And this guy is sitting in front of me. Camera is there. I said, what's that? I'm speaking my lines, you know. Upar started, Deepak ji, one line extra, na? Can you put? I said, what's going on? See the reaction, and I'm speaking. Writer is there. Deepak ji, one line extra. Can you speak? And this guy, I can imagine him doing see? ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ അല്ലെങ്കിൽ ഇത് ഭയങ്കര സീരിയസ് ആയിപ്പോ അതെ നമ്മൾ അതെ. ഷൂട്ടിങ്ങിന് ഷൂട്ടുകൾ serious ഇല്ല. പക്ഷെ ഹാപ്പി ആയിട്ടിരിക്കണം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം എന്നാണ് എൻ്റെ ഒരു അതെ വർക്ക് പ്ലേസ് ഒരു പിന്നെ ഒരു അതെ സന്തോഷമായിട്ടിരുന്നാലല്ലേ. അപ്പൊ ശരിക്കും ഇങ്ങനെ തന്നെയാണ് throughout. Tom and Jerry. അഭിനയിക്കുന്നതല്ല, റിയൽ ലൈഫാണ്. അതൊക്കെ വെച്ച് വെറുതെ ഷോയ്ക്ക് ഇരിക്കണം നോക്കൂ. അതെ സീരിയസ് ആവാൻ വേണ്ടി കണ്ണാടി വെച്ചേക്കും. ഷോയ്ക്ക് ഇരിക്കുന്നതല്ല, ബാക്കി ഫുൾ തമാശയാണ്. ഓക്കെ. അപ്പൊ പുള്ളിയിലേക്ക് എത്തിച്ചേർന്ന അത് ആക്ച്വലി ഞാൻ കുറെ ഓഡിഷൻ നടത്തിയ മുംബൈ പോയിട്ട്. ഓക്കെ. അപ്പൊ ആ ഓഡിഷനിൽ അപ്പൊ ഓക്കെ ഹിന്ദി ആണ്. ഓക്കെ നമുക്ക് ഹിന്ദി ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ ഓഡിഷൻ നടത്തിയപ്പോൾ നമ്മുടെ കുറെ പേര് നോക്കി ഹൈറ്റ് ഉള്ളവർ, പക്ഷെ അതൊന്നും വർക്ക് ആവുന്നില്ല. നേരെ എൻ്റെ ലൈൻ പ്രൊഡ്യൂസർ സന്തോഷ് എന്ന് പറയുന്നത് പുള്ളി എനിക്കൊരു ഓപ്ഷൻ അയച്ചത്. പുള്ളി US കിടന്നിട്ട് ഡാൻസ് കളിക്കണമെന്നൊക്കെ. അതിനപ്പം നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്, ഇതേപോലെ തന്നെ ഇരിക്കുന്നത്, നല്ല ഫിറ്റാണ്. അപ്പൊ എനിക്ക് നമ്മുടെ മനസ്സിലേക്ക് പറഞ്ഞ ഒരു അംബരീഷ് പുരി ഭയങ്കര കലപ്പനിയിലൊക്കെ നമ്മളെ പേടിപ്പിക്കുന്ന അതുപോലത്തെ ഒരു ഫിഗർ, അല്ലെങ്കിൽ ഒരു അമിതാഭ് ബച്ചൻ ലൈനിലുള്ള ഒരു സാധനമാണ്. Oh my God. One black coffee, please. അതായത് അല്ല പുള്ളി എന്നോട് പറയണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് Oh, you actually asked him to tell this, huh? That's what he's saying. So you taught him that. Imagine, he took my compliment. Can you believe? എന്റെ പ്രാർത്ഥന അമിതാഭ് ബച്ചൻ കാണല്ലേ. You keep quiet. I'm complimenting you, brother. What a compliment. Never come from your mouth, brother. I know. I mean, you acted like Amitabh Bachchan, like it's very Amitabh Bachchan saying. Seriously, alle? He's saying that. Look at the doubt on his He face. was He praying. doesn't trust He you never, at all. he is always behind my back, you know. അപ്പൊ അങ്ങനെ ഭയങ്കര. അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് കണ്ടത് വെച്ചിട്ടും പിന്നെ പെർഫോമൻസ് പുള്ളി ബോംബെ വന്നു പെർഫോം ചെയ്തപ്പോൾ ഞാൻ
വൺ ഷോട്ടിൽ ഓ നൈസ്. പെർഫോം ചെയ്ത് ആ മലയാളത്തിലായിരുന്നു? അല്ലല്ല, ഹിന്ദിയിൽ. ഹിന്ദി. ഞാൻ ചുമ്മാ എന്തോ ഹിന്ദിയിൽ ബക്ക് പറഞ്ഞു. പുള്ളി കുറേ നമ്മൾ ദീപക് ഇമാജിൻ ദാറ്റ് ദിസ് ഇസ് ദ സിറ്റുവേഷൻ. So he tried. He was doing all The those. best part on my audition, they didn't even tell me ki I have to speak Malayalam. Oh. I am a Pakistani guy speaking Urdu, clear cut. Okay. Right? I'm very happy. Perfect. Now this, my biggest fighter in my life, the skinny guy, that's Sharis. right, sorry. He gave me one line one day, you know. I spoke one line. They gained their confidence. Acha, I can speak. Next day, 3 lines. I said, sorry, Diwali, please. I said, okay. Now after 2 days, they gave me 25 lines. Still I remember. And this guy DJ wants to take in a one shot. No cut, nothing is there. And over the cameraman saying, Deepak ji, sun is going down, you know, I want orange light, half an hour is there. And writer is there, window is there. Action! Wait, DJ, I have to memorize the lines. And over my co-partner. correct. ഇല്ല, opposite. And he is dancing. I have to speak my lines here. അല്ല, എന്താന്ന് വെച്ചാൽ അവിടെ നമുക്ക് എക്സ്റ്റീരിയർ ഷൂട്ട് ചെയ്യാൻ ആകെ ലിമിറ്റേഷൻ. അതെ, അതെ, night. രാവിലെ അതിനെപ്പറ്റി ഭയങ്കര വെയിലാണ്, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും. അപ്പോൾ നമ്മൾ അകത്ത് കയറണം. അപ്പോൾ അകത്ത് സീൻസിൽ എത്ര മലയാളം വരും. അപ്പോൾ പുള്ളിയുടെ ഒരു പുറത്തെ സീക്വൻസ് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ 2-3 ദിവസം എടുത്തു. കാര്യം ഒരു ഷോട്ട് എടുക്കും, ലൈറ്റ് പോകും, പിന്നെ വീണ്ടും നെക്സ്റ്റ് ഡയലോഗ് എടുക്കും. ഭയങ്കര പാടായിരുന്നു. ഓക്കെ ഓക്കെ. സോ അതാണ് ദീപക് ജിയിലേക്ക് എത്തിയ കഥ. നോ, ഐ എം സെയിങ് ഗുഡ് തിങ്സ്. Thank you. ആബ്സല്യൂട്ട്ലി വണ്ടർഫുൾ തിങ്സ്. സീരിയൽ കണ്ടിട്ടുണ്ടോ പുള്ളിയുടെ സീരിയൽ? ഇല്ല, ഞാൻ പുള്ളിയുടെ ഐ സോ ദാറ്റ് ഗർവ്, പിന്നെ ഗർവ് Salman Khan. സൽമാൻ ഖാന്റെ ഗർവിൽ പുള്ളിയുടെ പഴയ ലുക്ക് കണ്ടപ്പോൾ, ഹക്കീം ലുക്ക, Again, look up. അത് കണ്ടപ്പോൾ ഐ വാസ് ലൈക്ക്, അമിതാഭ് ബച്ചൻ. ഐ മീൻ ഈസ് ടു, ഐ മീൻ ഓപ്പോസിറ്റ് ടു സൽമാൻ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തപ്പോൾ ഐ വാസ് ലൈക്ക് ഈസ് ഓക്കെ. പിന്നെ നമ്മുടെ ഓഡിഷനും പെർഫെക്റ്റ് ആണ്. അപ്പോൾ തന്നെ ഞാൻ നിവിനെ അയച്ചു കൊടുത്ത്, പിന്നെ നിവിനും പറഞ്ഞ അപ്പോളോടാ സെറ്റ്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഞാൻ യൂട്യൂബിൽ തന്നെ കുറച്ച് കമൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. സോ അതിൻ്റെ റിയാക്ഷൻ. ഓക്കെ. റിയാക്ഷൻ ആ നല്ല കൃഷ്ണ സോങ്ങിനെ കുറിച്ചൊരു കുറെ കമന്റ്സ് കണ്ടു. ഒരു കവിളിനയിൽ കുങ്കുമമോ അതിന്റെ ഒരു എന്താ പറയാ, കുറെ എല്ലാവർക്കും അത് നൊസ്റ്റു തോന്നുന്നുണ്ട്. പിന്നെ ആ സോങ് എത്ര നാളെടുത്തു, ലൈക്ക് ഇറ്റ്സ് സോ ഡിഫറെന്റ്ലി ഷോർട്ട്, ലൈക്ക് ഒരു ഡ്രാമ പോലെ പണ്ടത്തെ ഒരു. സോ ആ സോങ്ങിന്റെ കുറിച്ച് രണ്ടുപേരും എന്തെങ്കിലും. അതൊരു 4 ദിവസമാണ് എടുത്തു, 4 to 5 days. അങ്ങനെ അത് കൊറിയോഗ്രാഫ്ഡ് ആണ്. നമ്മൾ പ്രോപ്പർലി ഓരോ സീക്വൻസ് വെച്ച് ചെയ്തതാണ്. ബേസിക്കലി ഒറ്റ ഉദ്ദേശം ഉണ്ടായിരുന്നുണ്ട്, നായികയുടെ പുറകെ നടക്കുന്ന പൂവാലൻ. അത് നമ്മൾ കണ്ടിട്ട് കുറെ നാളായി, പിന്നെ വയസ്സിന് അപ്പൊ അത് വർക്കൗട്ട് ആവാൻ ആക്ച്വലി നമ്മുടെ ഈ പഴയ പാട്ടുകളായിരുന്നു. വന്ദനൻ, കവളിണയിൽ, പിന്നെ മമ്മൂക്കയുടെ അത്, പിന്നെ ദിലീപേട്ടൻ. അല്ല, അത് ആക്ച്വലി നമ്മൾ റെഫറൻസസ് ആയിരുന്നു. ആക്ച്വലി പറഞ്ഞൊരു നൊസ്റ്റു വരാൻ വേണ്ടി ഒരു 4 to 5 days ഷൂട്ട് ഉണ്ടായിരുന്നു. നല്ലപോലെ കൊറിയോഗ്രാഫി ചെയ്ത്. ഇപ്പൊ മാനെ മധുരക്കരിമ്പ് മമ്മൂക്കയുടെ, അല്ലെങ്കിൽ നമ്മുടെ കവിളിണയിൽ ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ട് ദിലീപേട്ടൻ്റെ മേനെ പ്യാർ മേനെ. അപ്പൊ ഇങ്ങനത്തെ ഇതെല്ലാം സോങ്ങുമാണ് ഞാൻ ജെയ്ക്സിന് റെഫറൻസ് കൊടുത്തത്. അതെ. പിന്നെ സോങ്ങിന്റെ തീം കൃഷ്ണയാണ്, അവളുടെ പേരായിരിക്കണം. അപ്പൊ ലിറിക്സ് നല്ലപോലെ നമുക്ക് ടിറ്റോ എഴുതി തന്നു. ടിറ്റോയുടെ ലിറിക്സ് ആണ്. അപ്പൊ സോങ് വർക്ക് ആയപ്പോഴത്തേക്കും പിന്നെ അതിനനുസരിച്ച് നമ്മൾ റിവേഴ്സ് സീക്വൻസ് ചെയ്യാറ്. ഓക്കെ. സോ ആ സോങ്ങിൽ എന്തെങ്കിലും ലൈക്ക് എന്തെങ്കിലും മൂവ്മെന്റ്സ് അടിപൊളി? ഞാൻ കുറെ നാളിൽ അങ്ങനെ പാട്ട് ചെയ്തിട്ടില്ല. അതെ, നോർമൽ സോങ്സിലാണ്. ഇങ്ങനെ ഒരു പരിപാടി കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ആക്ച്വലി ഒരു പ്രേമം കഴിഞ്ഞിട്ട് ഇതാണ്. അതെ അതെ. അതുകൊണ്ട് ചെറുതായിട്ടുണ്ട്, പക്ഷെ എന്താവും അതുകൊണ്ട് കമന്റ്സിൽ ബാൽക്കണിയിലൊക്കെ സീൻ ഇങ്ങനെ പ്രേമത്തിലെ നിവിനെ വന്നു എന്നൊക്കെ. അതെ, അതൊക്കെ നമ്മൾ അതൊക്കെ തന്നെ റെഫറൻസ് എടുത്ത് തന്നെയാണ്. അത് ഞാൻ നിവിന്റെ അടുത്തും പറഞ്ഞിട്ട് സെയിം പരിപാടിയാണ്. ബട്ട് ഇറ്റ്സ് വെരി റിഫ്രഷിംഗ്. കുറെ നാൾക്ക് ശേഷം പാട്ട് നല്ല വർക്ക്. അതെ, ആ ഒരു പൂവാലൻ പാട്ട് അതെല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ ഇതിലൊരു കോമന്റ് ആണ്, നിവിന്റെ തിരിച്ചുവരവാണ് ഈ മൂവി. പണ്ടത്തെ നിവിനെ ഞങ്ങൾക്ക് തിരിച്ചു വേണം. ആക്ഷൻ ഹീറോ ബിജു 2 കട്ട വെയിറ്റിംഗ്. എല്ലാ പടത്തിലും ഇപ്പൊ നല്ലതല്ലേ, എല്ലാ ടൈമും റിട്ടേൺസ് അല്ലേ? തിരിച്ചു വരവ് മാത്രമാണ്. ആക്ഷൻ ഹീറോ ബിജു 2 തന്നെയല്ലേ, അതോ റിട്ടേൺസ് ആണ്? 2 അല്ല, അതിന്റെ ഒരു ചെറിയൊരു ഷെഡ്യൂൾ ആണ് തീർത്തു കൊൽക്കട്ടയിൽ. അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഇതിന്റെ റിലീസായിട്ട് ക്ലാഷ് ഭയങ്കരമായിട്ട് വരും.
അപ്പോൾ നമ്മളത് ഒരു പെർട്ടിക്കുലർ ഏരിയ കഴിഞ്ഞപ്പോൾ സ്റ്റോപ്പ് ചെയ്തു. വേറൊരു ലൊക്കേഷൻ പോകണമായിരുന്നു. അത് കുറച്ച് നമ്പർ ഓഫ് ഡേയ്സ് കൂടുതൽ വേണം. നമ്മൾ അതിന് മുമ്പ് വെച്ച് തന്നെ അത് നിർത്തി. ഓക്കെ. എന്നിട്ട് പിന്നെ എന്തിനാ നമ്മുടെ ഇതിൻ്റെ പ്രൊമോഷൻ ജോലി ചെയ്ത്. സോ ആ മൂവി നമുക്ക് എപ്പോഴത്തേക്കും എക്സ്പെക്ട് ചെയ്യാം? അത് മിസ്റ്റർ എബ്രഷേന് മാത്രം അറിയാവുന്നൊരു കാര്യമാണ്. ഞാൻ ഒരു രീതിയിലും കമ്മിറ്റ്മെൻറ്റ് കൊടുത്തില്ല. പിന്നെ കമൻ്റ് ആണ് വെയിറ്റിംഗ് ഫോർ ജനഗണമന പാർട്ട് 2. അത് അതിൻ്റെ നമ്മളൊരു സ്കെച്ച് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം ഇനി അത് ഞങ്ങൾ രാജുവിനെ കാണാൻ നിൽക്കായിരുന്നു. അപ്പോഴാണ് ബേസിക്കലി രാജു എംപുരാൻ്റെ ഷൂട്ടിന് പോയത്. അപ്പോൾ കാണാൻ പറ്റിയില്ല. അപ്പം നെക്സ്റ്റ് വന്നു കഴിയുമ്പോൾ നമ്മളത് സംസാരിച്ചിട്ട് എല്ലാവരും പാർട്ട് 2 വേണ്ടി വെയിറ്റിംഗ് ആണ്. അതെ, വരട്ടെ. റീലോഡഡ്. ഈ കോമൻറ്റ് എനിക്ക് ഭയങ്കര ഒരു രസമായിട്ട് തോന്നിയേ. അപ്പോൾ 6 pack ? ധ്യാൻ ബ്രോ ആൻഡ് നിവിൻ ബ്രോ, ഇവർ രണ്ടുമാണ് എൻ്റെ ഹീറോസ്. തടി കൂട്ടിയും കുറച്ചും പിന്നെയും കൂട്ടിയും മാസ് കാണിക്കുന്ന മാസ് എൻ്റർടൈനേഴ്സ് എന്ന് തൂക്കത്തിൽ സെഞ്ചുറി അടിച്ച് ഈ പാട്ട് കേട്ടിരുന്ന് രാത്രി 9 മണിക്ക് ബിരിയാണി കഴിക്കുന്ന BR. തൂക്കത്തിൽ എനിക്ക് തോന്നുന്നു പുള്ളിക്ക് തൂക്കത്തിൽ 100 ഉണ്ടെന്ന് തോന്നുന്നു. പുള്ളിയുടെ പേര് എന്താണ് തൂക്കത്തിൽ? തടി കൂട്ടിയും കുറച്ചും പിന്നെയും കൂട്ടിയും മാസ് കാണിക്കുന്ന മാസ് എൻ്റർടൈനേഴ്സ് എന്ന് തൂക്കത്തിൽ സെഞ്ചുറി അടിച്ച് ഈ പാട്ട് കേട്ടിരുന്ന് രാത്രി 9 മണിക്ക് ബിരിയാണി കഴിക്കുന്ന BR. അടിപൊളിയല്ലേ? അവൻ ജീവിതം ആസ്വദിക്കുന്നുണ്ട്. ടെൻഷനും പ്രഷറും ഒന്നും എടുക്കാതെ അല്ലേ? ഇതിങ്ങനെ ആയിരിക്കണം. അങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുക. ബിരിയാണി രാത്രി എൻജോയ് ലൈഫ്. അതെ, രാത്രി 9 മണിക്ക് ബിരിയാണി കഴിച്ചിരിക്കുന്നു. അതൊരു വല്ലാത്ത കഴിപ്പാണ്. പിന്നെ ഞാൻ ഒരെണ്ണം കൂടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്തിയേ? ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചു. എങ്ങനെ നെറ്റ് വർക്ക് ആയില്ലെങ്കിലോ എന്ന് വിചാരിച്ച്. എനി ന്യൂ ഫിലിം ഇൻ പാൻ ഇന്ത്യ വൈസ്? നിവിൻ. ഇല്ല, അങ്ങനെ ഒന്നും പ്ലാനിലില്ല. കറന്റ് ഇല്ല. നോക്കട്ടെ അല്ലേ, പിന്നെ ഇരിക്കാൻ പറ്റുമോ? ഒരു സാധനം വരും. കൺഫേം വരുത്തും. ഇറക്കി വിടും നമ്മൾ. ഇനിയും നമ്മൾ തിരിച്ചു വരും എന്നൊക്കെ. ഇനിയും തിരിച്ചു വരും. പാൻ ഇന്ത്യ ആയിട്ട് തിരിച്ചു വരും. തിരിച്ചു വരും. ഇനി ഒത്തിരി പ്രോജക്ട്സ് വരുന്നില്ലേ? അപ്പൊ പിന്നെ ഇനി തിരിച്ചു വരവല്ല. ഇനിയിപ്പോ നമ്മള് സ്ഥിരമായിട്ട് കുറച്ച് ഇറക്കി വരട്ടെ. തിരിച്ചു വരവിനെ കുഴിച്ചു കൂടണം. അപ്പൊ ഡിജോന് അടുത്ത വരുന്ന ഇനി മൂവീസ്? എൻ്റെ ഒരു ജാനിൽ നമ്മൾ കളിച്ചട്ടമ്പി എന്നാണ് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അതിന് മുന്നേ ഒരു പ്രോജക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഡിസ്കഷൻ. എനി ഫ്യൂച്ചർ പ്രോജക്ട്സ് വിത്ത് മലയാളം ഇൻഡസ്ട്രി? I'm getting a call after 1 week. Okay. Just dreaming. That's it. You know, I'm at a point where I'm like, are you serious or are you joking? I really don't know. No, it will come next week. I'm serious. Okay, hoping to see you more in the Malayalam industry. So thank you so much. Thank you so much. It was really nice. Thank you.